അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അങ്ങ് വടക്ക് നിന്ന് നമുക്കൊരു പുതിയ പടം വന്നിട്ടുണ്ട്. അത് വേറൊന്നുമല്ല സുഹൃത്തുക്കളെ, ആൽഫയാണ്. YRS സ്പൈ യൂണിവേഴ്സിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ആൽഫ. നമ്മൾ ഈ സിനിമയുടെ ടീസറും ട്രെയിലറും കണ്ട സമയത്ത് നമുക്ക് എല്ലാവരുടെ മനസ്സിലൊരു ആഗ്രഹം, അതായത് എല്ലാവരുടെയും ഇൻ ദ സെൻസ് നമ്മുടെ എല്ലാവരുടെയും എൻ്റെയൊക്കെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇത് വാർ 2 ഒരു ബെറ്റർ പടം ആവണം എന്നുള്ള ആഗ്രഹം. വാർ 2 ബെറ്റർ പടമായോ എന്ന് ചോദിച്ചാൽ വാർ 2 വേ ബെറ്റർ പടമായി. പക്ഷേ എന്നാൽ ഇതൊരു ഗംഭീര സിനിമയാണെന്ന് ചോദിച്ചാൽ ഗംഭീര സിനിമയായിട്ടില്ല. അതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ. അതായത് നല്ലൊരു ഈ ഡയറക്ടർ, അതായത് ശിവ് റവാലി എന്ന് പറഞ്ഞിട്ട് ഡയറക്ടറാണ് ഇത് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ ഒരു ഐഡിയ ഉണ്ടായിരുന്നു, അതായത് കുറച്ചുകൂടെ ബെറ്റർ ഒരു പടം ചെയ്യണം എന്നുള്ളൊരു ഒരു ആഗ്രഹം പുള്ളിക്ക് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് ഈ സിനിമ കണ്ടുകൊണ്ടേ തോന്നും. കാരണം പലയിടത്തും ഞാനിതിട്ട് നല്ല സിനിമയാക്കാം എന്ന് പുള്ളി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ പ്രൊഡക്ഷൻ തലയിൽ തോക്ക് വെച്ചുകൊണ്ട് വേണ്ട, ഇത് നമ്മുടെ YRS സ്പൈ യൂണിവേഴ്സിലുള്ള പടമാണ്, അപ്പോൾ അത് ആ ലൈനിൽ തന്നെ പോട്ടെ എന്നുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തേക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് പുള്ളിക്കിതിങ്ങനെ അങ്ങോട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് പുള്ളിയെ ആരോ സമ്മതിക്കാത്ത പോലത്തെ ഒരു അവസ്ഥയിലാണ് ഈ സിനിമയുടെ ഇപ്പോഴത്തെ ഒരു ഫൈനൽ ഔട്ട്പുട്ട്. ഒരു മേജർ പോസിറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ സിനിമയുടെ ആക്ഷൻ സീക്വൻസുകൾ, എസ്പെഷ്യലി ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് സീക്വൻസുകൾ കുറച്ച് നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഒരു പരിധി വരെ അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു ഭയങ്കര ഫ്രഷ് പരിപാടിയാണോ എന്ന് ചോദിച്ചാൽ ഫ്രഷ് പരിപാടിയല്ല. നമ്മളിത് കുറേ പടത്തിൽ കണ്ടിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് ഫൈറ്റ് സീക്വൻസിൻ്റെ ഒരു സ്റ്റൈലാണ്. നമുക്ക് ഭയങ്കര യുണീക്നെസ് ഒന്നും ഫീൽ ചെയ്യത്തില്ല. ബട്ട് സ്റ്റിൽ അത് ഇതിനകത്ത് വളരെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഗ്രൗണ്ടഡാണ്. ഈ ഓവർ ദ ടോപ്പ് ലൈനിലേക്ക് ഒരുപാട് പോകാതെ കുറച്ച് ഗ്രൗണ്ടഡായിട്ട് നിന്നുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അതെനിക്ക് തോന്നുന്നത് മെയിൻ ഇപ്പോൾ ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ആ മറ്റേ സ്ഥിരം ഇവരുടെ സ്പൈ യൂണിവേഴ്സ് വരുന്ന സൂപ്പർ സ്റ്റാർസിൻ്റെ ആ ഭാരമില്ലാത്തത് കൊണ്ടാവാം എന്ന് തോന്നുന്നു കുറച്ചുകൂടി ഇവർ ഗ്രൗണ്ടഡായിട്ട് നിർത്തിക്കൊണ്ട് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. സ്റ്റിൽ എന്നാലും കുറച്ചധികം മണ്ടൻ സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഇതിനെ ലോജിക്കിലേക്ക് ഈ സിനിമയെപ്പറ്റി ചിന്തിച്ച് കഴിഞ്ഞാൽ അങ്ങനെ അറിയാമല്ലോ, YRS യൂണിവേഴ്സിൻ്റെ ലോജിക്ക് എന്താണോ ആ ലോജിക്കിലാണ് ഈ പടവും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ റിയൽ ലൈഫ് ലോജിക്കായിട്ട് ആലോചിക്കാതിരുന്നാൽ ഓക്കെയാണ്. ഇത് വേറൊരു യൂണിവേഴ്സാണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ആ യൂണിവേഴ്സിൽ ഇതൊക്കെ നടക്കും എന്ന് പറയുന്ന പോലെയാണ് ഈ സിനിമയും അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സിനിമയിൽ പെർഫോമൻസ് ലൈനിൽ ആലിയ ഭട്ടും ഷർവരിയും രണ്ടുപേരും ഈക്വൽ സ്പേസ് ഉണ്ട്. എസ്പെഷ്യലി പല സീനുകളിലും ഈ ഷർവരി ആലിയയെ പലപ്പോഴും ഓവർ പവർ ചെയ്യും. കാരണം പുള്ളിക്കാരി കുറച്ചുകൂടെ നല്ല ബെറ്റർ ആക്ടിങ് പല സീനുകളിലും കൊടുക്കാറുണ്ട്. പക്ഷേ ആക്ടിങ് എന്ന് പറയുമ്പോൾ ഇവർക്ക് ഒരുപാട് അങ്ങനെ ആക്ടിങ് മുഹൂർത്തങ്ങളുള്ള സീനുകളൊന്നുമില്ല. പക്ഷെ ഉള്ളതിൽ വൃത്തിയായിട്ട് രണ്ടുപേരും അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഈ ഫൈറ്റ് കൊറിയോഗ്രാഫിയിൽ ഈ എല്ലാവർക്കും ഡ്യൂപ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ തലവെട്ടി ഒട്ടിക്കൽ പരിപാടികളെല്ലാം ഇതിനകത്തുമുണ്ട്. പക്ഷെ അത് കുറേ കൂടെ ബെറ്റർ എഡിറ്റഡ് ആയതുകൊണ്ട് നമുക്ക് അത്രയും ഫീൽ ചെയ്യില്ല. ഇതെന്താ ഈ കാണിച്ച് വെച്ചിരിക്കുന്നത് തോന്നുന്നില്ല. വാച്ചബിളാണ് ത്രൂ ഔട്ട്. പിന്നെ എനിക്ക് ഈ സിനിമയിലൊരു നമ്മൾ ട്രെയിലർ കണ്ടപ്പോഴേ നമുക്കറിയാം ഈ സിനിമയിലൊരു YRS യൂണിവേഴ്സിലെ ഒരു ക്യാരക്ടർ വരും. അത് വേറെ ആരുമല്ല, ഹൃതിക് റോഷനാണ്. അത് ലാസ്റ്റ് ആ ഒരു കണ്ണിൻ്റെ ഷൂട്ട് കാണിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ആ ക്യാരക്ടർ ഈ പടത്തിൽ വരുന്ന പുള്ളിയെ പ്ലേസ് ചെയ്തിരിക്കുന്നത്, പുള്ളിയുടെ സീൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തുടങ്ങും. പക്ഷെ അത് എൻഡ് ചെയ്യുന്നത് ഭയങ്കര മിഡ് വേയിൽ സ്റ്റോപ്പ് ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടിയായിപ്പോയി. ആ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പരിപാടികൾ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ അത് അത്ര രസകരമായിട്ടൊന്നും അല്ല അവസാനിക്കുന്നത്. അതിങ്ങനെ അതിനകത്ത് ഫൈറ്റ് നടക്കുമ്പോഴും പുള്ളി ഫൈറ്റ് ചെയ്യുമ്പം പെട്ടെന്ന് ആ ലാർജർ ദാൻ ലൈഫ് പരിപാടിയിലേക്ക് എത്തും. ഇവർ ഫൈറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഗ്രൗണ്ടായിട്ട് അങ്ങനെ അത് രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സ്ചറാണ് അവിടെ നടക്കുന്നത്. അതങ്ങോട്ട് എനിക്ക് അത്ര രസകരമായി തോന്നിയില്ലെങ്കിലും അതിനകത്തൊരു രസകരമായൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഒരു സിംഗിൾ ഷോട്ട് പോലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടൊരു ഫൈറ്റ് സീൻ നടക്കും. ഇവർ 3 പേരും കൂടെ കുറച്ച് ആൾക്കാരായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ആ ഒരു സീക്വൻസ് അതിനകത്ത് ഈ പറഞ്ഞ തലവെട്ടി ഒട്ടിക്കൽ പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് കുറച്ച് നല്ല രസകരമായ കുറച്ച് മൂവ്മെൻറ്റ്സും കാര്യങ്ങളും ഇവർ ഈ എക്സ്ട്രാസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ കവറപ്പ് ചെയ്യും. ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു എറർ വന്നാൽ ആ എററിനെ നമ്മളിങ്ങനെ ഈ കവറപ്പ് ഇൻ ദ സെൻസ് ഇവരിത് ട്രാൻസിഷൻ ചെയ്യാൻ വേണ്ടി, അതായത് ഈ 2 ഷോട്ടുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ സ്റ്റിച്ച് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരു എക്സ്ട്രാ ഫ്രെയിമിലൂടെ പാസ് ചെയ്ത് കൊടുക്കുന്നു. കൈൻഡ് ഓഫ് അവിടെ ഒരു ഇൻവിസിബിൾ കട്ടടിക്കാം. ആ ലൈനിൽ ഇവർ ഇതിൽ എഡിറ്റ്, ആ ഒരു സീക്വൻസിൽ എഡിറ്റ് വർക്ക് ചെയ്തുകൊണ്ട് അതിനകത്ത് കുറച്ച് രസമായിട്ട് പരിപാടി നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ആക്ഷനെ ഇവർ കവറപ്പ് ചെയ്യും. ലൈക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നു അത് ആ പരിപാടിയെ കുറച്ച് രസമുണ്ടായിരുന്നു. നമുക്കത് കണ്ടുകൊണ്ടിരിക്കുമ്പം ഈ ഒരു സീക്വൻസ് കൊള്ളാമല്ലോ എന്ന് തോന്നും. എന്നാലും നമുക്കത് ഫുള്ളി
ആ ഫുൾ സീക്വൻസ് ഗംഭീര പരിപാടി എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിൽ അത് തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു പോകും നല്ല അടിപൊളി പരിപാടിയായിട്ട് പോകുന്നു. പക്ഷേ ഈ ഹൃതിക് റോഷൻ്റെ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന തന്നെ ഒരുമാതിരി മെട്രിക്സിലെ ഒരു ക്യാരക്ടറിനെ പോലെ ഈ പുള്ളി ബുള്ളറ്റൊക്കെ വരുമ്പോഴത്തേക്കും പുള്ളി തടയുന്ന പരിപാടിയൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു ഇതിലൊരു പെട്ടെന്ന് ഇവർ ഈ സൂപ്പർ സോൾജേഴ്സിനെ ഉണ്ടാക്കുന്നതിനെ ബേസ് ചെയ്തുള്ള പടമാണ് ഈ ആൽഫ. അത് നമ്മൾ ട്രെയിലറിൽ തന്നെ പറയുന്നുണ്ടല്ലോ. ആ ഐഡിയാസ് ഇപ്പം ഹൃതിക് റോഷനും അങ്ങനെ സൂപ്പർ സോൾജറാണോ തോന്നിപ്പോകുന്ന പോലത്തെ ഒരു മൊമെൻ്റ് ആയിരുന്നു അത് ഓക്കെ. ഇവരുടെ ഈ പടത്തിൽ ഇതിനു മുമ്പ് വന്ന രണ്ട് പടം വാർ 2-ലൊക്കെ പുള്ളിയും NTR ഭയങ്കര ഓവറായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വാലയെ പിടിച്ച് വരുന്നൊരു പരിപാടി എന്നുള്ള സംഭവം ഇവിടിനകത്തും തോന്നുന്നുള്ളൂ. എനിവേ ഒരു വാച്ചബിൾ ഫിലിമാണ്. നമുക്കങ്ങനെ വളരെ അടിപൊളി പടമെന്ന് പറയാനും പറ്റത്തില്ല, എന്നാൽ മോശം പടമെന്ന് പറഞ്ഞാൽ തള്ളിക്കളയാനും പറ്റത്തില്ല. നമ്മൾ ഈ പറഞ്ഞ മറ്റേ അപരാധം ലൈനിലേക്ക് ഇത് പോയിട്ടില്ല. ഇതിൻ്റെ ഒരു മീറ്ററിന് ഒരു പരിധി വരെ അതിങ്ങനെ ആ മീറ്ററിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഭയങ്കര പ്രെഡിക്റ്റബിളാണ്. നമുക്ക് ഈ റൈറ്റിംഗ് ഇവരുടെ ഭയങ്കര വീക്കാണ്. അത് ഭയങ്കര പ്രെഡിക്റ്റബിൾ ആയിക്കൊണ്ടിരിക്കുന്ന പടം. നമുക്ക് എന്ത് സീനാണ് നടക്കാൻ പോകുന്നത്. പിന്നെ ഇവരുടെ ഈ പല സീനുകളുടെയും സെറ്റപ്പ് കുറച്ച് പഴയ ഹിന്ദി പടങ്ങൾ ഒക്കെ കാണുന്ന പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. നമ്മൾ ഇവർ ഈ സ്പൈ യൂണിവേഴ്സിൽ കഥയാണ് എടുക്കുന്നതെങ്കിൽ ഇതിനകത്ത് ഈ അച്ഛൻ മകൾ ആ എലമെൻറ്റുകൾ പഴയ കുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നു, ആ കുട്ടിയെ വില്ലൻ വളർത്തി വലുതാക്കുന്നു. ലൈക്ക് നമ്മുടെ മറ്റേ വിജയുടെ പടമുണ്ടല്ലോ ഗോട്ട് കപ്പോരെ, അതേപോലെ ഒരു സിമിലർ ലൈനാണ് ഇതിനകത്ത് നടക്കുന്നത്. പക്ഷെ അത് ആ എലമെൻ്റൊക്കെ ആ തുടക്കത്തിൽ തന്നെ ബ്രേക്കായി ഇവർ അച്ഛനും മകളോ കണ്ടുമുട്ടി അവരുടെ പരിപാടിയൊക്കെ സോൾവ് ആകുന്ന സീക്വൻസൊക്കെ ആ സീനൊക്കെ നല്ല രസകരമാവേണ്ട സാധനമാണ്. നമ്മൾ ആലോചിക്കുമ്പോൾ ഇതിനകത്ത് കുറച്ച് പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, നല്ല രസകരമായൊരു സീക്വൻസ് ആക്കി മാറ്റാൻ പറ്റുമല്ലോ. അതുപോലെ ഈ ആലിയയുടെ ക്യാരക്ടറിനെ, സെൻട്രൽ ക്യാരക്ടറിനെ തന്നെ കുറച്ചുകൂടെ നല്ല ആ ക്യാരക്ടറിനൊരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റും പരിപാടികളൊക്കെ ഉണ്ട് ഇതിനകത്ത് നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് ഈ അതിനകത്തൊന്നും അത്ര കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ടെംപ്ലേറ്റിൽ നിന്നുകൊണ്ട് ഈ പറഞ്ഞ പോലെ പടം തുടങ്ങുന്നു, 20-ാമത്തെ മിനിറ്റിൽ ഈ സംഭവം നടക്കുന്നു, അടുത്ത 2 സീനിന് ശേഷം ഇങ്ങനൊരു സോങ് ഇറക്കണം, അങ്ങനെ അവരെ കറക്റ്റ് ടെംപ്ലേറ്റിൽ അവരുടെ സ്ക്രീൻ പ്ലേ ട്രോപ്സിനകത്ത് എന്തൊക്കെ കറക്റ്റായിട്ട് വീഴണോ അതെല്ലാം ചെക്ക് ചെയ്ത് പോണ പോലെ അങ്ങനെ തന്നെ കൊണ്ടുപോയി. പക്ഷേ ഇത് നമ്മൾ ഈ കേരളം ആലോചിക്കുന്നതൊരു ഈ YRF യൂണിവേഴ്സിൻ്റെ പടം അല്ലാത്തൊരു ഇൻഡിവിജ്വൽ ഒരു സ്റ്റാൻഡ് ലോൺ പടമായിട്ട് വേറൊരു പടമായിട്ട് വരികയാണെന്നെങ്കിൽ ഇവർക്ക് ഈ ഭാരമില്ലല്ലോ. ഇവർക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ഈ സിനിമയെ ബെറ്ററായിട്ട് എഴുതി ഈ ഡയറക്ടറുടെ ഒരു വിഷനിലേക്ക് കംപ്ലീറ്റ്ലി കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതിപ്പോൾ YRFൻ്റെ പടമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ആ ടെംപ്ലേറ്റിൽ വന്ന് വീണു. എന്നാലും അവർ ഒരു പരിധി വരെ അവർ സേഫാണ് എന്ന് പറയുന്ന പോലത്തെ ഒരു സിനിമയായിട്ട് നിൽക്കുകയാണ്. എന്നാലും ഗംഭീരമെന്ന് പറയാനും പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയിലാണ് നമുക്ക്. അതായത് ഇവർ YRF നിന്ന് വിടുകയും ചെയ്ത് ദുരന്തറിലെത്തിയില്ല എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലാണ് ഇവരിപ്പോൾ നിൽക്കുന്നത്. അതായത് ഇവർക്ക് ആ YRF ദുരന്തറിന് ഇറങ്ങിയതിന് ശേഷം ഇവരുടെ ഫുൾ സ്പൈ യൂണിവേഴ്സിന് ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നു അതിൽ നിന്ന് മാറ്റി പിടിക്കാനുള്ള ശ്രമം അവർ ഇതിൽ നടത്തിയിട്ടുണ്ട്. അടുത്ത സിനിമ പോലെ അവർ കുറച്ചുകൂടെ ബെറ്റർ ആക്കാനുള്ള ശ്രമം നടത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നടത്തിയാൽ കൊള്ളാം, ഇല്ലെങ്കിൽ ഈ പറഞ്ഞാൽ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ദുരന്തർ എന്ന് പറയുന്നത് ഒരു സ്റ്റൈൽ ഓഫ് ഈ എസ്പിനോച്ച് ത്രില്ലർ അല്ലെ സ്പൈ ത്രില്ലർ എന്ന് പറയുന്നൊരു ഫിലിമാണ്. ഒരു സ്റ്റൈലാണത്. അതായത് ആ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആൻഡ് റോ ആയിട്ടുള്ളൊരു ഫിലിം. പക്ഷേ ഇവരത് ആക്ച്വലി ഇവരുടെ സ്പൈ യൂണിവേഴ്സിന് ഇവരൊരു കുറച്ചുകൂടെ ലാർജർ ദാൻ ലൈഫായിട്ടുള്ള ഒരു നമ്മളീ പറഞ്ഞ ജെയിംസ് ബോണ്ട്, മിഷൻ ഇമ്പോസിബിൾ സിനിമകളുടെയൊക്കെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഷൻ ഇമ്പോസിബിളൊക്കെ നമ്മൾ അവിടുത്തെ കുറച്ചുകൂടി ലാർജർ ദാൻ ലൈഫ് എസ്പിനോച്ച് ത്രില്ലർ പടങ്ങളല്ലേ. പക്ഷെ അവിടെ നമ്മൾ ആ സിനിമകളെ നമ്മൾ പോലും ആസ്വദിക്കുന്നത് അത് നന്നായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അതിൽ ഈ പറഞ്ഞ പോലെ ടോം ക്രൂസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം ഓരോ ഫിലിമിനും വേണ്ടി ആ ക്യാരക്ടറിന് എന്തെങ്കിലും ആ സിനിമയിൽ നമുക്ക് തിയേറ്ററിൽ വന്ന് കാണാനുള്ളൊരു മൊമെൻറ്റ് പുള്ളി ക്രിയേറ്റ് ചെയ്യുകയും അങ്ങനെ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, കൈൻഡ് ഓഫ് ആ ഒരു ഫിലിം മേക്കിംഗ് ആയാലും ആ സിനിമ. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം മിഷൻ ഇമ്പോസിബിളിനകത്ത് എന്താ നടക്കാൻ പോകുന്നത്. എല്ലാ പടത്തിലും തുടങ്ങുമ്പോഴും അത് അവസാനിക്കുമ്പോഴും ഇവിടെ എന്താ നടക്കാൻ പോകുന്നത് നമുക്ക് മോസ്റ്റ് ഓഫ് ദ പടം കണ്ടതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. അവരുടെ ആ ഒരു 2 പടം കണ്ടാൽ പിന്നീടുള്ള പടങ്ങളെല്ലാം എങ്ങനെ പോകണമെന്നുള്ളത് നമുക്കൊരു ഏകദേശം ധാരണ ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ഈ സിനിമ കാണുമ്പോഴും അടുത്ത എന്ത് നടക്കുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അവിടെ മിഷൻ ഇമ്പോസിബിൾ ഇതുമായിട്ട് ഞാൻ താരതമ്യം ചെയ്യല്ല, ഞാൻ പറഞ്ഞതൊരു കമ്പാരിസൺ. അതായത് ഈ സിനിമ എന്ന് പറയുന്നത് ദുരന്തർ പോലെ ആ റിയൽ ആൻഡ് റോ ആയിട്ട് YRF സ്പൈ യൂണിവേഴ്സ് മാറ്റാൻ പറ്റത്തില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ചെയ്താൽ ഇതിൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു പോകും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് തന്നെ ഇതിനെ ബെറ്ററായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അതാണ് അവർക്ക് നല്ല റൈറ്റേഴ്സിനെ ആവശ്യമുണ്ട്. ഡയറക്ടേഴ്സ് അവരുടെ കയ്യിലുണ്ട്, പക്ഷേ അവരുടെ പ്രശ്നം ഈ റൈറ്റേഴ്സാണ്. പിന്നെ ഇവരുടെ ഈ റൈറ്റിംഗ് സ്ട്രക്ചർ അവർ ബ്രേക്ക് ചെയ്യണം. ലൈക്ക് ഈ പടത്തിൻ്റെ സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്ത്
കുറച്ചുകൂടെ നമുക്ക് ഈ ലാർജർ ദാൻ ലൈഫിൽ തന്നെ ഈ സ്പൈ മൂവീസ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ സിനിമയിൽ നമുക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നടക്കണം. ഈ ലാർജർ ദാൻ ലൈഫിൽ നടക്കുമ്പോഴേക്കും മറ്റേ പഠാണത് കാണിച്ചാൽ ഇവർ മറ്റേ ഈ ജെറ്റ് പാക്കൊക്കെ ഉപയോഗിച്ച് പറന്നു വരുന്നു, എയറിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതല്ല അതിൻ്റെ ഒരു പരിപാടി. ഇപ്പോൾ മിഷൻ ഇമ്പോസിബിൾ ആണ്, നമ്മൾ നോക്കിയാൽ ആ ക്യാരക്ടറിനെ നമ്മൾ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇയാൾ ഓടി നടന്ന് ഈ പുള്ളി മേളിൽ നിന്ന് പാരച്ചൂട്ടില്ലാതെ ആടുകയും ഈ പറഞ്ഞ ബൈക്കിൽ ജമ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന പരിപാടികൾ പുള്ളി കുറച്ചുകൂടെ ഇതിന് എവിടെയോ ഒരു നമ്മളെ കൺവിൻസ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഇവരുടെ പ്രശ്നം ഇതൊന്നും നമ്മളെ കൺവിൻസ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ പരാജയപ്പെടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സ്പൈ യൂണിവേഴ്സിലെ അടുത്ത സിനിമകൾ മുതൽ ഇവർ ചിലപ്പോൾ ഈ ഒരു സ്റ്റൈലൊന്ന് കുറച്ച് മാറ്റി പിടിച്ച് ഒരല്പം കൂടെ ഇവർ ടോൺ ഡൗൺ ചെയ്ത്, ഇതിലും ആ ടോൺ ഡൗണിങ് ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് കണ്ട വാർട്ടുവും ആൽഫയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആൽഫ വളരെ 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 വളരെയധികം ടോൺ ഡൗൺ ചെയ്ത് ഒരു ഇല്ല നിൽക്കുന്നത്. ലാർജർ ദാൻ ലൈഫിൽ നിന്ന് വളരെയധികം താഴെയാണ് നിൽക്കുന്നത്. പക്ഷേ എന്നാൽ ഇവർക്ക് ഇവരുടെ YRFൻ്റെ അതേ യൂണിവേഴ്സുള്ള പടമാണ് ഇതെന്ന് നമുക്ക് ഫീൽ ചെയ്യിക്കാനും പറ്റുന്നുണ്ട്. നമുക്ക് കാണുമ്പം YRF സിനിമകൾ നടക്കുന്ന അതേ സ്പൈ യൂണിവേഴ്സ് നടക്കുന്ന അതേ മണ്ടത്തരങ്ങളൊക്കെ ഇന്നാണ് നടക്കുന്നുണ്ട്. ബട്ട് എന്നാൽ നമുക്കിത് ഉപദ്രവകാരിയാവാത്തൊരു സിനിമയാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. സോ വേണമെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കണ്ടു നോക്കാവുന്നൊരു സിനിമയാണ്. ഒരു വൺ ടൈം വാച്ചബിൾ പടമാണ്. നമുക്ക് ഇരുത്തി മുഷിപ്പിക്കുകയോ ഒരുപാട് അനാവശ്യമായ സീനുകളിലേക്കൊന്നും പോകാതെ കറക്റ്റായിട്ട് ഇവരുടെ ടെംപ്ലേറ്റിൽ ഓടിത്തീരുന്നൊരു പടമാണ്. എനിക്കൊന്ന് വാർ ടു അറൗണ്ട് ഒരു 3 hours തോന്നുന്നു. ഈ സിനിമ അത്ര ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അറൗണ്ട് 2-2.5 മണിക്കൂർ എന്തോ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് ടൈം എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എനിക്ക് എവിടെയും ബോറടിച്ചൊന്നുമില്ല. സിനിമ നമുക്കറിയാം ഇതെന്ത് സംഭവിക്കാൻ പോകുന്നത്, എങ്ങോട്ടാണ് പോകണമെന്ന്. പക്ഷേ എന്നാൽ ഇതിനകത്ത് ഈ ആക്ഷൻ സെറ്റ് പീസസ് ഇവർ നല്ല ഒരു പരിധിവരെ അത് നമുക്ക് വാച്ചബിളായിട്ട് ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ഉള്ളൊരു രസത്തിന് അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലെ ബാക്കിയുള്ള പെർഫോമൻസ് പറഞ്ഞപ്പോൾ ഈ പടത്തിലെ വില്ലൻ ബോബി ഡിയോളിൻ്റെ ക്യാരക്ടർ ഒരു ജനറിക് വില്ലൻ പ്ലസ് പുള്ളിയുടെ ബാക്ക് സ്റ്റോറി ഇൻട്രസ്റ്റിംഗ്. അതൊക്കെ ഈ പറഞ്ഞ നമ്മൾ എന്താ പറയുക, മറ്റേ പുള്ളി വന്നിരുന്ന് ഇവരോട് പുള്ളി തന്നെ ഡയറക്റ്റ്ലി പറയുന്ന ആ ഒരു ലൈൻ ഓഫ് എക്സ്പോസിഷൻ, അതൊക്കെ ഭയങ്കര വീക്ക് റൈറ്റിങ്ങിൻ്റെ ഭാഗമാണ്. നമ്മൾ ഈ പഴയ പടങ്ങളെ കാണുന്ന പോലെ തന്നെ വില്ലൻ വന്നിരുന്നു വില്ലൻ്റെ കഥയൊക്കെ അങ്ങ് പറയും. അപ്പോൾ അങ്ങനത്തെ റൈറ്റിംഗ് പരിപാടികൾ ഇവർ കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിച്ച് കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നത്. ഇതിനകത്ത് നമ്മളിത് കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് കുറച്ചധികം പരിപാടികളുണ്ട്, ഇവരുടെ ഐഡിയാസ് ഉണ്ട്. പക്ഷേ ഈ ഐഡിയാസിനെ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. നമുക്ക് പഴയ ടെംപ്ലേറ്റ് സഞ്ചരിക്കാം എന്നൊരു തീരുമാനം എടുത്ത പോലത്തെ ഒരു അവസ്ഥയാണ് ഈ പടത്തിൽ. വേണമെന്നുള്ളവർ അല്ലെങ്കിൽ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ ഒരു തവണ കണ്ടു നോക്കാം. നിങ്ങൾ നിരാശപ്പെടുമോ ഇല്ലെന്ന് ചോദിച്ചാൽ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെ പോയി ഒരു YRF സ്പൈ യൂണിവേഴ്സിലെ സിനിമകൾ എങ്ങനെയായിരിക്കും വാർ 2 ഒക്കെ തിയേറ്ററിൽ പോയി കണ്ടൊരാൾക്ക് ഇത് തിയേറ്ററിൽ നല്ല അനുഭവം ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ സിനിമയിലെ മ്യൂസിക് ഓക്കെ ആയിരുന്നു. അതായത് എനിക്ക് ട്രെയിലറിൽ ഒരു മ്യൂസിക് ഉപയോഗിച്ചു. ആ മ്യൂസിക് ഞാൻ വിചാരിച്ചതൊരു ട്രെയിലറിൽ മാത്രമേ കാണൂ, ഒരു പടത്തിൽ യൂസ് ചെയ്തില്ലായിരിക്കും. പക്ഷേ ഇവർ പടത്തിലത് ഒരു പോർഷനിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ആ സീക്വൻസ്, അതായത് നമ്മുടെ ഹൃതിക് റോഷൻ്റെയൊക്കെ ആ ക്യാമിയോ ആ സീക്വൻസിലാണ് ഇവർ ആ ട്രെയിലറുള്ള മ്യൂസിക് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കുറച്ച് അവിടെ അത് ഫിറ്റ് ആകുന്നുണ്ട്. ഞാനും വിചാരിച്ച ആ ട്രെയിലർ കണ്ട് പിന്നീട് ഈ ആലിയ ഭട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ സീക്വൻസിൽ ഒരു നല്ല ഫൈറ്റ് സീക്വൻസ് നടക്കും. അപ്പോൾ അവിടുത്തെ മ്യൂസിക്കൊക്കെ കുറച്ചുകൂടെ ഭയങ്കര ഒരു റാപ്പൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കുറച്ചൊരു ക്ലബ് സോങ് പോലെ, എന്താ പറയുക, നമ്മളൊരു പബ്ബിൽ കയറുമ്പോൾ കേൾക്കുന്ന ഒരു പാർട്ടി വൈബിലുള്ളൊരു മ്യൂസിക് ഉണ്ടല്ലോ. അതായത് കറക്റ്റ് ഒരു നമ്മളിങ്ങനെ പാർട്ടി വൈബാണ്, അങ്ങനത്തെ ഒരു മ്യൂസിക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി വർക്കാവുന്നതെന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ അത് ചിലയിടത്തൊക്കെ അത് കുറച്ച് തെറ്റില്ല. പിന്നെ ഈ പടത്തിൽ ഇവർ ഈ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് നമ്മൾ ആദ്യം മുതലേ ഈ YRF സ്പൈ യൂണിവേഴ്സ് സിനിമകളുടെ കുറച്ച് ചെക്ക് ലിസ്റ്റ് ഉണ്ടല്ലോ. അതായത് ഈ പറഞ്ഞ പോലെ നായകൻ ഇന്ത്യൻ സ്പൈ, വില്ലൻ പാകിസ്ഥാനി സ്പൈ, ആ എലമെൻറ്റ്, പിന്നെ ഈ പറഞ്ഞ പോലെ ബിക്കിനി ഷോ, ഇവരിതിൽ ട്രെയിലറിലൊന്നും ഈ ബിക്കിനി ഒരു സീൻ വെച്ചിട്ടില്ല. പക്ഷേ പടത്തിനകത്തൊരു സോങ്ങിൽ ഇത് വരും. പക്ഷേ അതിനെ അതിന് ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള രീതിയിലല്ല അവതരിപ്പിച്ചിരിക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് യൂഷ്വലി മറ്റേ വാർ 2 വന്ന പോലെ ഒരു ഭയങ്കര ഗ്ലാമറസ് സീൻ പോലെയല്ല ഇവരതിനെ ഇതിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഈ പാട്ട് പ്ലേസ്മെൻറ്റ് നമ്മൾ ഈ സിനിമയുടെ ഒരു ഫസ്റ്റ് ഇൻ്റർവെൽ കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ഒരു ജേണി ഉണ്ട്. ഒരു 72 hours ഇവർക്കൊരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലം വരെ എത്തണം, ഈ 2 പേർക്കും, അതായത് ആലിയ ഭട്ടിനും ഷർവേഡിയും കാരണം. അപ്പോൾ അതിനവർ തിരഞ്ഞെടുക്കുന്ന റൂട്ട് അവിടെയൊക്കെയാണ് ഇത് പെട്ടെന്ന് ഈ പടം താഴോട്ട് പോകുന്നത്. അതായത് അവിടെ ആ ഇൻ്റർവെൽ പോയിന്റ് വരെ എത്തുമ്പോഴത്തേക്കും നമുക്കറിയാം കുഴപ്പമില്ല, ഒരു ഭേദപ്പെട്ട ലൈനിലേക്ക് പോകണമെന്നുള്ളത് തോന്നുമെങ്കിലും ഇൻ്റർവെല്ലിന് ശേഷം ഈ ഇങ്ങനത്തെ കുറച്ച് ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പടം താഴേക്ക് പോകുന്നു. പിന്നെ ഒരു സോങ്ങിലേക്ക് പോകുന്നു, ഇവർ കുറച്ച് നേരം ഫണ്ണാവുന്നു. അങ്ങനെ ഒരു ഒട്ടും അതിൻ്റെ സീരിയസ്നെസ്, ഈ പടത്തിൻ്റെ സീരിയസ്നെസ്സിനെ ഇവർ ഭയങ്കര കുറച്ചുകൂടെ കൂളായിട്ട് കാമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന പോലെ അത്
തുടക്കം മുതലേ ആ ടോൺ ഇല്ല പടത്തിന്. ആ ടോൺ വരുന്നത് തന്നെ വളരെ ലേറ്റസ്റ്റ് ആയില്ല. എനിക്ക് തോന്നുന്നു ഈ ഇൻ്റർവെല്ലിന് മുമ്പുള്ളൊരു ഈ ഷർവാരിയും ആലിയ ഭട്ടും തമ്മിലുള്ളൊരു അവരുടെ ഫസ്റ്റ് മീറ്റിംഗ്, ആ ഒരു ചെറിയൊരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്, അവിടെയൊക്കെയാണ് ആ ടോൺ വരുന്നത്. അതിനുശേഷം പിന്നീട് കാണുന്നത് ഈ പടത്തിൻ്റെ ഇൻ്റർവെല്ലിന് ശേഷമുള്ളൊരു ഭയങ്കര ഒരു ഫൈറ്റ് സീക്വൻസ്, ആ സീക്വൻസിന് ശേഷമുള്ള ഒരു ഏരിയയിലാണ് ഈ സോങ്ങും ഇവരുടെ ഒരു ട്രാവലൊക്കെ വരുന്നത്. അത് പെട്ടെന്ന് ഈ പടത്തിൻ്റെ മൂഡിനെ അല്ല ടോൺ ഭയങ്കര പെട്ടെന്ന് ഇങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പടത്തിൽ. പക്ഷേ എന്നാലും അത് ചിലർക്കത് ഭയങ്കരമായിട്ട് എൻജോയബിൾ ആയിരിക്കാം, ചിലർക്കത് മടുപ്പുണ്ടെന്നൊക്കെ സെൻസ് മടുപ്പല്ല, നമുക്കത് ഇവിടുന്ന് പടം നല്ല പവറിലേക്ക് പോകുന്നു വിചാരിച്ചാൽ പവർ ഇങ്ങനെ ഒന്ന് കുറഞ്ഞ് വീണ്ടും ഇങ്ങനെ പയ്യെ അങ്ങനെ ആ ഒരു സിക്സ് ആഗ് ലൈനിലാണ് ഇതിൻ്റെ സ്ട്രക്ചർ തന്നെ പോണത്. എന്നാലും ഇതിങ്ങനെ ഭയങ്കര ഹൈ മൊമെൻറ്റോ അങ്ങനെയില്ല, എന്നാൽ ഭയങ്കര ലോ മൊമെൻറ്റോ ഇല്ല. ഇതിൻ്റെ എല്ലാത്തിനിടയിൽ നമ്മൾ ഈ പറഞ്ഞ ആവറേജ് എന്ന് പറഞ്ഞ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്ന പോലത്തെ ഒരു പടമാണ്. ഒരു വൺ ടൈം വാച്ചിന് ഓക്കെ ആയിട്ടുള്ളൊരു പടമായിരിക്കും. തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹമുള്ളവർ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി കണ്ടു നോക്കും. പിന്നെ അത്രയൊക്കെ ഉള്ളൂ പടത്തിനെ പറ്റി സംസാരിക്കാൻ. ഒരുപാട് പറയാനൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ഒരു മുൻധാരണ ഉണ്ടായിരുന്നല്ലോ എങ്ങനെ ആയിരിക്കും ഈ പടം. ഞാൻ ആക്ച്വലി ഈ സിനിമ ഇവിടെ ആലപ്പുഴ റിലീസില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഹരിപ്പാട് പോയാണ് കണ്ടത്. സോ ഇവിടുന്ന് രാത്രി 9 മണിക്കത്തെ ഷോ ആണ്. അപ്പോൾ അതിനിടയ്ക്ക് വന്ന റിവ്യൂസ് ഞാൻ കണ്ടു. അപ്പോൾ റിവ്യൂസിലെല്ലാം ഞാൻ ഞെട്ടിപ്പോയ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ മലയാളത്തിലെ മെജോറിറ്റി ഓഫ് റിവ്യൂവേഴ്സും ഈ പടം കണ്ടിട്ട് ഇതിനെപ്പറ്റി കുറച്ച് പോസിറ്റീവായിട്ട് പറഞ്ഞു. പോസിറ്റീവ് ഇൻ ദ സെൻസ് ഒരു മിക്സ്ഡ് ടു പോസിറ്റീവാണ് അവർ പറയുന്നത്. അപ്പോൾ അവരെല്ലാവരും ഈ സിനിമയെ അപ്രോച്ച് ചെയ്തത് ഒരു വളരെ ആ വാർ 2-ന് ശേഷം വരുന്ന YRF യൂണിവേഴ്സിലെ ഒരു ബോംബ് പടമാവും ഇത് എന്നുള്ള ലൈനിലാണ് പോയിരുന്നത്. അങ്ങനെ ചെന്നിരിക്കുന്നവർക്ക് ഇതൊരു ബെറ്റർ പടമായിട്ട് ഫീൽ ചെയ്യും. ഇപ്പം നമ്മളും ആ ലൈനിൽ നമുക്ക് മനസ്സിലായി, ഓക്കെ ഇതൊരു വാർ 2-നേക്കാൾ ബെറ്റർ പടമാണെന്ന് പടം കാണുന്നതിന് മുമ്പേ ഈ റിവ്യൂസിൽ നമുക്ക് മനസ്സിലായി. പിന്നെ എത്രത്തോളം ബെറ്റർ ആവും എന്നുള്ളത് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതിയാവും. സോ അപ്പം പടം കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് വാർ 2-നേക്കാൾ വേറെ ബെറ്റർ പടമാണോ. എനിക്ക് തോന്നുന്നു വാർ 2-നേക്കാളും ഈ ടൈഗർ 3-യേക്കാളൊക്കെ ബെറ്റർ പടം. ഈ ഫ്രാഞ്ചൈസിൽ തന്നെ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ ഫ്രാഞ്ചൈസിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പടമാക്കി മാറ്റാമായിരുന്നൊരു സാധനമാണ് ഇത്. പക്ഷേ അത് അങ്ങനെ പറയാൻ ഈ ഫ്രാഞ്ചൈസിയിൽ ബെസ്റ്റ് പടം ഏതാണെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം എനിക്കും എല്ലാം ഈ പറഞ്ഞ പോലെ മിക്സ്ഡ് ഫീലിംഗ് ആണ്. പക്ഷേ ആ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നൊരു പോലെയാണ്. പക്ഷേ എന്നാൽ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിനും ഭയങ്കര പ്രശ്നങ്ങളുണ്ട്, മറ്റുള്ള പടങ്ങൾക്കും പ്രശ്നങ്ങളുണ്ട്. സോ ഈ സ്പൈ യൂണിവേഴ്സിൽ മൊത്തത്തിൽ കുറച്ച് പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് ഈ പടത്തെ കുറച്ചുകൂടെ മേളിൽ കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അറിയില്ല, അത് ഓരോരുത്തർ കണ്ട് അവരവർക്ക് തോന്നുന്ന പോലെയാണ്. എനിക്ക് പേഴ്സണലി അത് കണ്ടിട്ട് അങ്ങനെ ഇപ്പം നമുക്ക് ഈ പടത്തിൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കാനാണെങ്കിൽ കുറേ ഉണ്ടാവും, ഇഷ്ടം പോലെ പറയാൻ പറ്റും. ഞാൻ ആക്ച്വലി പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒന്നും നോട്ട് ചെയ്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പടം കഴിഞ്ഞ് എൻ്റെ തലയിൽ നിൽക്കുന്ന എന്തോ കാര്യങ്ങളെപ്പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. സോ അപ്പം പടം കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയൂ. അത്രയേ ഉള്ളൂ.